Hi, hello everyone. Welcome to 90 Plus India's first animated live tuitions. Hello everyone. Hi, good evening. Okay. Is it okay now? Okay, that's it. So, good evening everyone and welcome to 90 Plus. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഓക്കെ ആണോ ഓക്കെ ആണ് ഡബിൾ ഓക്കെ ആണോ അങ്ങനെയാണോ റംലാലെ യെസ് സോ പ്രിസ്ക അക്വീന നിരുപം ആൻഡ് നിരഞ്ജൻ വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും ഇനി കുറെ പേര് വീഡിയോ ഓൺ ചെയ്യാതെ ഉണ്ടല്ലോ ഓക്കെ സോ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ മോഡൽ എക്സാം ഒക്കെ നടക്കുന്നുണ്ടോ കഴിഞ്ഞോ മോഡൽ എക്സാം ഉണ്ടോ അത് ഡയറക്റ്റ് ആയിട്ട് ആനുവൽ എക്സാം ആണ് എങ്ങനെയാണ് ആനുവൽ എക്സാം ആണ് ഡയറക്റ്റ് ആയിട്ട് അല്ലെ ഏഞ്ചൽ ഓ സോ പ്രിസ്ക എക്വീന ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരും നീക്കൊന്നു എനിക്ക് ഈ ചാപ്റ്ററിൽ ഓക്കെ എക്വീന സോ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ ഇല്ലല്ലോ യെസ് ഓർ നോട്ട് ചെയ്തായിരുന്നോ നമ്മള് ഓക്കെ സോ ഓക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഏഞ്ചൽ എന്തായിരുന്നു എക്സാംസ് തുടങ്ങിയത് ആനുവൽ എക്സാം ആണോ ഓക്കെ എന്നാ തുടങ്ങിയ കുറെ ആയോ മാത്സ് കഴിഞ്ഞോ ഇന്ന് ഏതായിരുന്നു എക്സാം ജിക്ക സിമ്പിൾ എന്നാണ് തുടങ്ങുന്നത് അല്ലെ മാത്സ് എക്സാം എന്താപ്പോ ലാസ്റ്റ് ആണ് അപ്പൊ അത് കഴിഞ്ഞ മാർച്ച് വരെ ഉണ്ടോ എക്സാം ഡ്യൂറേഷൻ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ 9th സ്റ്റാൻഡേർഡ് തുടങ്ങുമോ ഓ ഓക്കെ സോ അതിന് വേണ്ടിയിട്ടാണ് അല്ലേ ഓക്കെ സോ ലാസ്റ്റ് എക്സാം ആണ് ഇപ്പൊ മാർച്ച് ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ടാണ് വരുന്നുണ്ടാവും അല്ലേ അതെ ഓക്കെ വേറെ ആർക്കെങ്കിലും ഡേറ്റ് കിട്ടിയായിരുന്നു എക്സാമിന്റെ കിട്ടിയായിരുന്നോ പ്രിസ്ക നിരുപമ യെസ് അഭിഷേകിന് കിട്ടി യെസ് രാംലാൽ പറഞ്ഞോ എന്താണ് യെസ് already so which all the chapters has been completed yes okay so when is your max exam മൺഡേ ഓക്കെ അപ്പൊ മൺഡേയും കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ 9th തുടങ്ങുന്നുണ്ട് റംലാലിനും അങ്ങനെ തന്നെയാണോ വെനസ് ലാസ്റ്റ് കഴിയാ ഓക്കെ അപ്പൊ മാർച്ച് ഫസ്റ്റ് മുതലായിരിക്കും അല്ലേ അല്ലേ 10th ഓക്കെ സോ 10 days vacation right okay then Abhishek what about you 20th is tomorrow and it will end on 28th okay then March 13th 13 ആണോ 30 ആണോ 13th അല്ലേ ഓക്കെ മാത്സ് ഡേറ്റ് എന്നാ നെക്സ്റ്റ് എക്സാമിന്റെ അറിഞ്ഞൂടാ ഓക്കെ സോ പ്രിസ്കയ്ക്ക് 13th എക്സാം നിരുപമയ്ക്ക് 15th ദെൻ ഇഷ എക്വിന വട്ട് അബൌട്ട് യു ഏഞ്ചലിന് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർച്ച് ലാസ്റ്റ് മാർച്ച് ഫസ്റ്റ് വീക്ക് ആണ് രാംലാലിന് ഫെബ്രുവരി 28th കഴിയും അഭിഷേകിന് ഓർമ്മയുണ്ടോ യെസ് പറഞ്ഞോടാ നീ അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കും ഇല്ലേ ഈ ചാപ്റ്റേഴ്സ് ആർക്കൊക്കെ എക്സാമിന് ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യോ രാംലാലിനുണ്ട് ദെൻ നിരുപമ നിരഞ്ജൻ യു ഹാവ് ദിസ് ഓക്കെ പ്രിസ്കയ്ക്ക് ഈ ചാപ്റ്റർ എക്സാമിനുണ്ട് മാർച്ച് 15th ഇഷയ്ക്ക് ഓക്കെ എക്സാം വരുന്നത് എന്തായാലും മാർച്ച് ഒരു മിഡ് വരെ ഉണ്ടായിരിക്കും അല്ലേ നമുക്ക് എക്സാംസിന്റെ കുറെ ഗ്യാപ്പ് ഒക്കെ ഇല്ലേ ഒരു എക്സാം കഴിഞ്ഞിട്ടും പഠിക്കാനൊക്കെ കുറെ സമയം ഉണ്ടല്ലോ എല്ലാവർക്കും ഇല്ലേ ഉണ്ട് അപ്പൊ പ്രശ്നമില്ല ഓക്കെ സോ പഠിക്കാൻ സമയമില്ലേ പ്രിസ്ക
പ്രിസ്കയ്ക്ക് പഠിക്കാൻ സമയമില്ല. ഓക്കെ പ്രിസ്ക. ഈ ചാപ്റ്റർ ആർക്കൊക്കെ ഈ ചാപ്റ്റർ എക്സാമിന് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? രാംലാലിനുണ്ട്, നിരുപമ തിരിച്ചാൻ അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്, പ്രിസ്കയ്ക്ക് ഉണ്ട്. ദെൻ പിന്നെ ആർക്കൊക്കെ ഉള്ളത്? ഏഞ്ചൽ, അഭിഷേക്, എക്വിന, ഐഷ, ആരതി. ഡു യു ഹാവ് ദിസ് ചാപ്റ്റർ? ഇല്ല. നമ്മൾ ഈ ചാപ്റ്റർ ഇതുവരെ റിവൈസ് ചെയ്തിട്ടില്ലല്ലോ? നോ. ഓക്കെ, ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 പേർക്ക് ഉണ്ട്. സോ നമുക്കിത് ചെയ്താലോ ഇന്നത്തെ സെഷനിലെ? അപ്പോൾ ഇഫ് യു വാണ്ട് ടു അറ്റൻഡ് ദ സെഷൻ യു ക്യാൻ അറ്റൻഡ് ഓർ ജസ്റ്റ് ഇൻഫോം യുവർ ജീന ടീച്ചർ ആൻഡ് യു ക്യാൻ ലീവ്. ഓക്കെ, അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് നമ്മുടെ ചാപ്റ്റർ നമ്പർ 8 ഇല്ലേ എല്ലാവർക്കും? 8th ചാപ്റ്റർ നാളെ നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ നാളെ നമുക്ക് 8th ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ്. ഐ ഹോപ്പ് അതെല്ലാവർക്കും ഉണ്ട്. ഓക്കെ, സോ നോ ഇഷ്യൂസ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തായാലും കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് 1-2 പേർക്ക് ഉണ്ടല്ലോ എന്തായാലും, അല്ലെ? എക്വീനയ്ക്ക് ഉണ്ടോ? എക്വീന പറഞ്ഞു. എക്വീന ഓൾറെഡി ഇൻഫോം ഉണ്ട്. ഏഞ്ചലിന് ഇല്ല ഈ ചാപ്റ്റർ, ഇഷയ്ക്ക് ഈ ചാപ്റ്റർ ഇല്ല. ആരതി ഈ ചാപ്റ്റർ ഉണ്ടോ? ഈവനിങ് ആൻഡ് ഉണ്ടോ? ഈ ചാപ്റ്റർ ഉണ്ടോ? ഉണ്ട്. സോ 4 of you have this chapter, അല്ലെ? രാംലാൽ, ആരതി, നിരുപമ ആൻഡ് പ്രിസ്ക. സോ ബാക്കിയുള്ളവരെ ടീച്ചറിനെ ഇൻഫോം ചെയ്തിട്ട് ലീവ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് ആണ് നാളെ നമ്മൾ നമ്മുടെ 8th ചാപ്റ്റർ ആയിട്ടുള്ള ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ സെറ്റ് ആയാൽ മതി. കമ്പയറിംഗ് ക്വാണ്ടിറ്റീസിൽ എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് ഓർമ്മയുണ്ട് എല്ലാവർക്കും? സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ടൈം റിവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ, അല്ലെ? ആദ്യമായിട്ടല്ലേ നമ്മൾ ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നേ, അല്ലേ നിരുപമ ആൻഡ് നിരഞ്ജൻ? Yes, I got my periodic exam. Yes, how was it, Arati? Is there an improvement? Oh, yes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഐ തിങ്ക് ഇതല്ലേ നമ്മൾ ചെയ്തത്, ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, റൈറ്റ്? ആൻഡ് ദിസ് വൺ ഇസ് ഓൾസോ വി ഡൺ ബൈ യൂസിങ് ഇൻ ദ എക്സാം, അല്ലെ? റിവിഷൻ എക്സാം ടെസ്റ്റിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാം ആയിട്ട് ചെയ്തത്. ഓക്കെ, സോ യു ക്യാൻ ഡു ദിസ് വൺ. Had we done this question? ഡിസ്കൗണ്ട് പെർസെന്റേജും കണ്ടുപിടിക്കണം, ഡിസ്കൗണ്ട് ഗീവണും കണ്ടുപിടിക്കണം. ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്ക് ഒന്ന് നോക്കി വെക്കിയേ. യെസ് ആരതി, ബട്ട് യു ക്യാൻ സ്കോർ മോർ ദാൻ ദിസ്, റൈറ്റ്? അല്ലെ? ഇൻ മൈ ഒപ്പീനിയൻ യു ക്യാൻ സ്കോർ മോർ ദാൻ ദിസ്. അപ്പോ ഇനി വാങ്ങണം, ഇതിൽ ഒതുക്കരുത്. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ഇതിന് മാർക്ക് കുറവായിരുന്നു, കൂടുതലായിരുന്നു? നോട്ട് റിമെമ്പറിംഗ് വെൽ. എങ്ങനെയായിരുന്നു? കുറവായിരുന്നു. ഓക്കെ, സോ ദർ ഇസ് എൻ ഇംപ്രൂവ്മെന്റ്, അല്ലെ? ഓക്കെ, സോ അടുത്ത എക്സാം ആകുമ്പോഴേക്കും, ആനുവൽ എക്സാം ആകുമ്പോഴേക്കും സെറ്റ് ആക്കണം കേട്ടോ. ഒരു 35 എബവ് എന്തായാലും വേണം. ഓക്കെ അല്ലേ? മതി. 32 out of 40 is somewhat nice, but you can achieve more. Okay, നമുക്ക് പറ്റാവുന്നത് മുഴുവൻ നമ്മൾ പിടിച്ചെടുക്കണ്ടേ, അല്ലെ? പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. ആനുവൽ എക്സാം ഇസ് ഫോർ 80 marks, then 72 above. It's our limit, 72 and above. Then only it will be declared as A+. നമ്മൾ ഗ്രേഡ് അല്ലേ നോക്കുന്നത്. സോ 72 above ആണെങ്കിലാണ് ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് A+. അപ്പൊ എന്തായാലും 72 above ആണ്. ഓക്കെ, 80ലാണ് എക്സാം എന്നുണ്ടെങ്കിൽ 72 above is our limit. I have all chapters. So a fan is marked for rupees 15,600 and is available for rupees 12,480. Find the discount given and the discount percentage. എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വീക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെ? സോ ഇൻ ദാറ്റ് ക്ലാസ് വി ഡിസ്കസ് ദിസ് ചാപ്റ്റർ ആയിട്ട്, അല്ലെ അഭിഷേക്? റൈറ്റ്? യെസ്, അത് നെക്സ്റ്റ് വീക്ക്, അതിന് മുന്നത്തെ വീക്ക് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ട് ഇൻ ദ പ്രീവിയസ് വീക്ക് there is only one class. Okay, and I think that in that class we discussed this. Okay, നോട്ട് ചെയ്ത് നോക്കിക്കോ. ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം, ഡിസ്കൗണ്ട് പെർസെന്റേജും കണ്ടുപിടിക്കണം. എങ്ങനെ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാം? നമ്മള്
ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് പ്രൈസിന് കുറച്ച് എമൗണ്ടിന് ആ സംഭവം കിട്ടിയാലാണ് അതിന് ഡിസ്കൗണ്ട് ഗിവൺ എന്ന് പറയും അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് 15,600 ആയിരുന്നു അതിൽ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ള പ്രൈസ്. പിന്നീട് അത് എന്തായിട്ട് മാറി 12,418 ആണ് നമ്മുടെ കസ്റ്റമർ അത് വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരിക്കുക? ദാറ്റ്സ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക? ഡിസ്കൗണ്ട് ഈക്വൽ ടു 20. This last answer. Okay, so what is the exact amount the customer got as discount? എത്ര കിട്ടിയേ? എങ്ങനെ ചെയ്യാം ആദ്യം? അതല്ലേ ചോദിച്ചേക്കണേ. Find the discount given ആണ് first question. And the second question it is asked for discount percentage. So discount കണ്ടുപിടിക്കാമെങ്കിൽ 15,600 minus 12,408. 15,600 minus 12,408 into 0. Here it നോക്കിയോ 3,120 is the discount amount. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എത്ര രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയത് അത് ഡിവൈഡഡ് ബൈ ശരിക്കുള്ള എമൗണ്ട് എത്രയായിരുന്നു? 15,600 into 100 അല്ലെ. സോ ഇതിൽ നമുക്ക് സീറോസിന് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയുകയാണെങ്കിൽ 3120 by 156 0.2 കിട്ടും. നമുക്ക് നോക്കി നോക്കാം. 0.2 into 100. ഓക്കെ, ഞാൻ ഓൾറെഡി മാമോട് ഓൾറെഡി സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ 3,120 ഡിവൈഡഡ് ബൈ 156 ആണ് വരും. അപ്പൊ ആദ്യം 156 into 2 ചെയ്യുമ്പോൾ 2 into 6 12, 5 into 2 10 plus 1 1 1 312 ആണ്. So it will be 312 0 0 20. So it will be 20% ആണ് എന്ത് വന്നിരിക്കുന്നത്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. ആൻഡ് എമൗണ്ട് ഇസ് 3,120. രണ്ടിന് 2 മാർക്കാണ് കേട്ടോ. 2 മാർക്കിന്റെയോ 3 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ മാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണിത്. ഇറ്റ്സ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. സോ ആദ്യം ക്വസ്റ്റ്യന്റെ പാരഗ്രാഫ് നന്നായി വായിക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ആൻസർ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആദ്യം ഒന്ന് വായിച്ചേ ക്വസ്റ്റ്യൻ. യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ്. ഇത് എഴുതാൻ നിന്നെങ്കിൽ നമ്മുടെ ടൈം മൊത്തം പോകും. ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് റീഡ് ഇറ്റ് വെൽ. വായിച്ചു കഴിഞ്ഞോ ക്വസ്റ്റ്യൻ? എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിലെ? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? മനസ്സിലാവുന്നില്ലേ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആർക്കും? വായിച്ചു കഴിഞ്ഞോ? എന്താണ്? വാട്ട്? കേട്ടില്ലടാ, ഒരു പ്രാവശ്യം പറയും. A big mega store is having a festival sale and all the items are having 25% discount. എന്ത് നടക്കുന്നുണ്ട്? ഒരു ബിഗ് മെഗാ സ്റ്റോർ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിലെ എല്ലാ ഐറ്റത്തിനും 25% ആണ് ഡിസ്കൗണ്ട് ഉള്ളത്. എല്ലാ ഐറ്റത്തിനും എത്രയാണ്? 25% ഡിസ്കൗണ്ട് ഉണ്ട്. വിവേക് is having a ₹50 ഗിഫ്റ്റ് കാർഡ്. വിവേകിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ₹50 ഒരു ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റ് കാർഡ് കിട്ടും. എന്നിട്ട് ആ ഗിഫ്റ്റ് കാർഡ് ഒരു കൂപ്പണും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിഡക്ഷൻ ഉണ്ടാവില്ല. അതേപോലെ ₹50 ഒരു ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. ആൻഡ് ഹി ഹാസ് ചൂസൺ എ ഗെയിം ഹൂസ് മാർക്കറ്റ് പ്രൈസ് ഇസ് ₹300. ആൻഡ് നമ്മുടെ വിവേക് എന്ത് ചെയ്തു? നമ്മൾ ഫെസ്റ്റിവലിന് പോയപ്പോൾ അവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഗെയിമിന് വരുന്ന മാർക്കറ്റ് പ്രൈസ് ₹300 ആണ്.
വിവേകിന്റെ കയ്യില് 50 റുപ്പീസിന്റെ ഒരു ഗിഫ്റ്റ് കാർഡും ഉണ്ട്, 25% ഡിസ്കൗണ്ടും ഉണ്ട് എല്ലാ ഐറ്റത്തിനും കേട്ടോ. So now Vivek is confused how to calculate the discount and what remaining money need to be paid to the clerk. എന്താണ് നമ്മുടെ വിവേകിന് ഭയങ്കര ഡൗട്ടായി. ആദ്യം 25% ഡിസ്കൗണ്ട് കുറച്ചിട്ട് പിന്നെ 50 റുപ്പീസ് 50 സബ്ട്രാക്ട് ചെയ്താൽ മതിയോ? ആദ്യം ₹50 സബ്ട്രാക്ട് ചെയ്തിട്ട് 25% ഡിസ്കൗണ്ട് കണക്കാക്കിയാൽ മതി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? രണ്ട് ചെയ്താൽ ഒരേ എമൗണ്ട് ആണോ കിട്ടുക? 300 ആണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. അതിൽ നിന്ന് ആദ്യം 50 സബ്ട്രാക്ട് ചെയ്തിട്ട് 25% ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാം. അതല്ല, 25% ഡിസ്കൗണ്ട് ആദ്യം നോക്കിയിട്ട് ദെൻ 50 റുപ്പീസിന്റെ ഗിഫ്റ്റ് കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഏതായിരിക്കും? രണ്ടും ഒരേ എമൗണ്ട് ആയിരിക്കുമോ കിട്ടുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? എങ്ങനെയായിരിക്കും വരിക? രണ്ടും ഒരേപോലെ ആയിരിക്കോ? രണ്ടും ഒരേ എമൗണ്ട് ആണോ കിട്ടുക? പറ, എന്താ വരിക? എന്താ വരിക? നിങ്ങളാണ് ഇപ്പൊ ഗെയിം കളിക്കാൻ പോയെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് ഉണ്ട്, ഒപ്പം ഗിഫ്റ്റ് കാർഡും ഉണ്ട്. സോ വിച്ച് വൺ വിൽ യു ചൂസ് ഫസ്റ്റ്? ആദ്യം ഏതാ നിങ്ങൾ ചൂസ് ചെയ്യുക? വേറെ രണ്ടും ഒരുമിച്ച് ചൂസ് ചെയ്യോ? രണ്ടിനും ഒരേ എമൗണ്ട് ആണോ നമുക്ക് കിട്ടുക? I'll choose first one, which means first you subtract, first you calculate the amount of 25% discount and then you subtract the 50 rupees. അങ്ങനെയാണോ രാംലാൽ? അല്ല. Then അപ്പൊ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ ക്ലർക്ക് എന്ത് ചെയ്തു? രണ്ട് ടൈപ്പ് ഓഫ് രീതിയിൽ നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ദ ഫസ്റ്റ് മെത്തേഡ്, അതാണ് ഇവിടെ മെത്തേഡ് 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് മെത്തേഡ് ഇസ് സബ്ട്രാക്ട് ₹50 ഫ്രം ദ മാർക്കറ്റ് പ്രൈസ്. എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ആദ്യം 50 റുപ്പീസ് സബ്ട്രാക്ട് ചെയ്തിട്ട് ആൻഡ് ദെൻ ടേക്ക് 25% ഡിസ്കൗണ്ട് ഓൺ ദ റിമൈനിങ് എമൗണ്ട്. റിമൈനിങ് എമൗണ്ടിൽ 25% ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാം. മെത്തേഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യം 25% ഡിസ്കൗണ്ട് ഓൺ ദ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിച്ചിട്ട് ദെൻ സബ്ട്രാക്ട് ₹50 ഫ്രം ഇറ്റ്. എന്താ ചെയ്യേണ്ടത്? 50 റുപ്പീസ് പിന്നെ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഡു യു തിങ്ക് ബോത്ത് ദ മെത്തേഡ് വിൽ ഗീവ് സെയിം റിസൾട്ട്? നമ്മളോട് ചോദിക്കുകയാണ്, രണ്ട് റിസൾട്ടും സെയിം, രണ്ട് തരത്തിൽ ചെയ്താലും സെയിം റിസൾട്ട് ആണോ കിട്ടുക? എന്താ അഭിഷേക്? നോ. ചെയ്ത് നോക്കിയോ? ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റണം ബോത്ത് വിൽ ഗീവ് ഡിഫറെന്റ് ആൻസേഴ്സ് അല്ലെ? രണ്ടിലും ഡിഫറെന്റ് എമൗണ്ട് ആണ് കിട്ടുക. അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ? നമുക്ക് ഓൾറെഡി പക്ഷേ ക്വസ്റ്റ്യനിൽ മെത്തേഡ് 1 മെത്തേഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നിട്ടില്ലെങ്കിലും നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മെത്തേഡ് 1 നമുക്ക് നോക്കി നോക്കാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിംഗ് ഫോർ ഇഫ് നോട്ട് predict which method will be beneficial to him. ഏത് മെത്തേഡ് ആയിരിക്കും നമ്മുടെ വിവേകിന് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും? കുറെ പൈസ അങ്ങോട്ട് കൊടുക്കുന്നതാണോ നല്ലത്, കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? കുറച്ച് പൈസ അല്ലെ? കുറച്ച് പൈസ അല്ലെ, കുറച്ച് ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പൊ ഏത് മെത്തേഡ് ആയിരിക്കും നമുക്ക് മോർ സൂട്ടബിൾ എന്ന് നോക്കി നോക്കാം. സോ രണ്ട് മെത്തേഡിലും കാൽക്കുലേറ്റ് ദ എമൗണ്ട് വിവേക് ഹാസ് ടു പേ ടു ദ ക്ലർക്ക് ഇൻ ഈച്ച് കേസ് എന്നാ പറഞ്ഞിരിക്കും. രണ്ട് കേസിലും എത്ര റുപ്പീസ് ആണ് വിവേകിന് അങ്ങോട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം മെത്തേഡ് 1 നോക്കി നോക്കാം. മെത്തേഡ് 1 എന്ന് കൊടുക്കാം. മെത്തേഡ് 1 ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സബ്ട്രാക്ട് ₹50 ഫ്രം ദ മാർക്കറ്റ് പ്രൈസ്. എത്രയാ ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ്? മാർക്കറ്റ് പ്രൈസ് എത്രയാ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആരതി, ഈസ് ക്വസ്റ്റ്യൻ ക്ലിയർ ടു യു? Just read the question well. Which is the market price of that game? ഗെയിം ശരിക്കും 300 റുപ്പീസ്. അപ്പൊ അതിലെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 300 ആണ്. സോ മെത്തേഡ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? സബ്ട്രാക്ട് ₹50 ഫ്രം ദ മാർക്കറ്റ് പ്രൈസ് അല്ലെ? അപ്പൊ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 50 റുപ്പീസിന്റെ ഗിഫ്റ്റ് കാർഡ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. സോ 300 മൈനസ് 50 എത്ര വരിക? ഇറ്റ് വിൽ ബി 250 അല്ലെ? അപ്പൊ 250 റുപ്പീസ് ആണ് വിവേക് ആദ്യത്തെ കേസിലൊക്കെ കൊടുക്കേണ്ടത്. പക്ഷെ വീണ്ടും അവിടെ എന്ത് വന്നു? ആൻഡ് ദെൻ ടേക്ക് 25% ഡിസ്കൗണ്ട്. എന്താ ചെയ്യേണ്ടത്? 25% ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാം. അപ്പൊ 250യുടെ 25% ഡിസ്കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 25/100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ അല്ലെ? സോ ഇറ്റ് വിൽ ബി 250 into 1/4. 250/4 എത്രയാ? 25/4 62.5 റുപ്പീസ് ആണ്. സോ 250യിൽ നിന്ന് നമ്മൾ ഈ 62.5 സബ്ട്രാക്ട് ചെയ്യും അല്ലെ? 62.5 അല്ല കൊടുക്കണ്ടേ? 250യുടെ 25% ആണ് 62.5. സോ വി നീഡ് ടു ജസ്റ്റ് സബ്ട്രാക്ട് 250 മൈനസ് 62.5. അപ്പൊ നമുക്ക് എത്ര കിട്ടും?
187.5. അപ്പൊ മെത്തേഡ് 1 വിവേക് എത്ര റുപ്പീസാ കൊടുക്കണ്ടേ? 187.5 റുപ്പീസ് ആണ് ആർക്ക് കൊടുക്കേണ്ടത്? ക്ലർക്കിന് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മെത്തേഡ് 2 നോക്കി നോക്കാം. മെത്തേഡ് 2 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടേക്ക് 25% ഡിസ്കൗണ്ട് ഓൺ ദ മാർക്കറ്റ് റേറ്റ്സ്. ആദ്യം എന്താ ചെയ്യേണ്ടേ? മാർക്കറ്റ് പ്രൈസിൽ 25% ഡിസ്കൗണ്ട് കാണും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 300 into 25/100 ആദ്യം ചെയ്യാം. സോ ഇറ്റ് വിൽ ബി 75 rupees. So 300 minus 75. എത്ര 300 minus 75 വരിക? 225. And then we need to subtract rupees 50 from it. അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 50 rupees subtract ചെയ്യണം. So it will be 225 minus 15. It will be 170. അപ്പോൾ രണ്ടാമത്തെ കേസിൽ വിവേകിന് 175 റുപ്പീസ് കൊടുത്താൽ മതി. ഫസ്റ്റ് കേസിൽ 187.5 റുപ്പീസ് കൊടുക്കും. സോ വിച്ച് മെത്തേഡ് ഇസ് മോർ ബെനിഫിഷ്യൽ ടു വിവേക്? ഏത് മെത്തേഡ് ആയിരിക്കും ബെനിഫിഷ്യൽ വിവേകിന്? സെക്കൻഡ് മെത്തേഡ് അല്ലെ? മെത്തേഡ് 2 will always be beneficial to him because he just need to pay 175 rupees to the clerk. അല്ലെ? മെത്തേഡ് 2 is more beneficial. മനസ്സിലായോ? So this is a case based question. അല്ലെ? കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ? കേസ് ബേസ്ഡ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കേസ് വെച്ചിട്ട്, എന്തെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്തത്? ഡിസ്കൗണ്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഡിസ്കൗണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണോ? പ്രിസ്ക, ആരതി, നിരുപമ, നിരഞ്ജൻ ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ മെത്തേഡ് 1 നമ്മൾ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് തരത്തിൽ നമുക്ക് അവിടെ എന്താ പറയുക, രണ്ട് തരത്തിൽ നമുക്ക് അവിടെ ഡിസ്കൗണ്ട് തരുന്നുണ്ടെങ്കിൽ ആദ്യം ഏത് മെത്തേഡ് ചെയ്യുന്നോ ആ ആൻസർ തന്നെ ആയിരിക്കണം എന്നില്ല മറ്റു ടൈപ്പിൽ. ഇപ്പൊ ഫസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്തത് എന്താ? ആദ്യം 50 റുപ്പീസ് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് 25% ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചത് അല്ലെ? അപ്പൊ കിട്ടിയ എമൗണ്ടും 25% ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചിട്ട് 50 റുപ്പീസ് സബ്ട്രാക്ട് ചെയ്ത് തമ്മിൽ ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഏത് മെത്തേഡാണ് ബെനിഫിഷ്യൽ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഷോപ്പിലൊക്കെ കയറുമ്പോൾ നമുക്ക് 2 ഡിസ്കൗണ്ട് ഒക്കെ തരുന്നുണ്ടെങ്കിൽ ഏത് ഡിസ്കൗണ്ട് ആയിരിക്കും മച്ച് മോർ ബെറ്റർ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഷോപ്പിൽ നിന്ന് ആ സംഭവം വാങ്ങാൻ. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലെസൺസ് ആണ് കേട്ടോ അല്ലേ? കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് മച്ച് മോർ ഹൈലി റിലേറ്റബിൾ വിത്ത് അവർ ഡെയിലി ലൈഫ് അല്ലേ? ഇതുപോലെ ഡിസ്കൗണ്ട് ഒക്കെ ഒന്നോ രണ്ടോ ഡിസ്കൗണ്ട് ഒക്കെ മിക്ക കടയിലും കിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഡിസ്കൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വിച്ച് വൺ ഷുഡ് ചൂസ് ഫസ്റ്റ് എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ മാം. ക്ലിയർ ആണല്ലോ? ആരതി എഴുതി കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? എഴുതിയോ ക്വസ്റ്റ്യൻ ഒക്കെ? ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. ദിസ് ഈസ് ഓൾസോ എ പെർസെന്റേജ് ഡിസ്കൗണ്ട് ലിസ്റ്റ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയോക്കെ. ക്വസ്റ്റ്യൻ വായിച്ചോ? എഴുതിട്ടോ നോട്ടിലെ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു ടാങ്കില് ക്യാൻ ഹോൾഡ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ടാങ്കിന് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അറ്റ് പ്രസന്റ് ഇറ്റ് ഇസ് ഓൺലി 30% ഫുൾ. ഇപ്പോൾ ടാങ്കിന്റെ 30% മാത്രമേ 30% മാത്രമേ ഫിൽ ആയിട്ടുള്ളൂ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഷാൽ ഐ പുട്ട് ഇൻ ടു ദ ടാങ്ക്? ടാങ്കിലേക്ക് ഇനി ഞാൻ എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം? സോ ദാറ്റ് ഇറ്റ് ഇസ് 50% ഫുൾ. 50% ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി അതിലേക്ക് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം? പറഞ്ഞോ. കറക്റ്റ് ആൻസർ. രണ്ട് തരത്തിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് നോക്കാം. അപ്പൊ നമുക്ക് ടാങ്കില് നമ്മുടെ ടാങ്ക് എന്ന് അസ്യൂം ചെയ്യും.
ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ടാങ്കിൽ ഓൾറെഡി ഇപ്പോൾ 30% വാട്ടർ ഉണ്ട്. നമുക്കിത് 50% ആക്കണം അല്ലെ. ഇത്രയും വെള്ളം ഇവിടെ ഓൾറെഡി നമുക്ക് ഉണ്ട് കേട്ടോ. ഇത്രയും വെള്ളം ഓൾറെഡി ഉണ്ട്. നമുക്കിത് എത്രയാക്കണം? 50% ആക്കുമ്പോൾ ഇവിടെ എത്ര ലിറ്റർ വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോ സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കാനേക്കാൾ എളുപ്പത്തിൽ ഇവിടെ നമുക്ക് 30% 50% ആവണമെങ്കിൽ എത്രയാണ് അവിടെ വന്നേക്കുന്നത്? ഇൻക്രീസ് എത്രയാണ് വന്നിരിക്കുന്നത്? 30% 50% ആവണമെങ്കിൽ എത്ര അവിടെ ഇൻക്രീസ്, എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആയിക്കണേ? 30 കഴിഞ്ഞാൽ 40%, 50%, എത്രയാ? 20% ആണ് ഇൻക്രീസ് വന്നിരിക്കുന്നത് അല്ലെ. അല്ലെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 50 ലിറ്റർ ഇൻറ്റു 20/100 ചെയ്താൽ. സോ സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 × 2 10 ലിറ്റർ വാട്ടർ ആണ് എന്ത് വേണ്ടി വരിക? ഇനി ഇതിലേക്ക് എന്ത് ചെയ്യേണ്ടി വരിക? pour ചെയ്യേണ്ടി വരിക ടു ഫിൽ ദിസ് ടാങ്ക് ബൈ 50%. മനസ്സിലായോ? ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഓർ യു ക്യാൻ ഡു ഇറ്റ് ഇൻ അനദർ മെത്തേഡ്. ആദ്യം നമ്മൾ 50 ലിറ്റർ ഇൻറ്റു 30/100 ചെയ്യും. എത്രത്തോളം വാട്ടർ ഇപ്പൊ അതിലുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കാം. എത്രത്തോളം വാട്ടർ ആ ടാങ്കിൽ ഇപ്പൊ ഉണ്ട്? എത്രയാ? 5 × 3 15 ലിറ്റർ ഓഫ് വാട്ടർ ഇസ് ഓൾറെഡി ഇൻ ദിസ് ടാങ്ക്. ഇനി നമുക്ക് വേണ്ടത് എത്രയാ? 15% ആണ് അല്ലെ. അപ്പൊ അത് എത്ര വേണമെന്ന് നോക്കുക. സോ ഇറ്റ് വിൽ ബി 25 ലിറ്റർ വാട്ടർ ആണ് വേണ്ടത് അല്ലെ. സോ 25 മൈനസ് 50 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 10 ലിറ്റർ. സോ യു ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ ഇൻ ബോത്ത് ദ വേസ്. രണ്ട് തരത്തിൽ ചെയ്താൽ ആൻസർ കിട്ടും. ബട്ട് ദ ഫസ്റ്റ് മെത്തേഡ് ഇസ് മച്ച് മോർ ഈസിയർ ഇൻ മൈ വ്യൂ അല്ലെ. ഫസ്റ്റ് മെത്തേഡ് ആകുമ്പോൾ ഒരൊറ്റ സ്റ്റെപ്പിൽ കിട്ടി. എങ്ങനെയാ? 50 മൈനസ് 30, 20% ആണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. സോ 50 ലിറ്ററിന്റെ 20% കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. മനസ്സിലായോ ആരതിയെ? മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്? എഴുതി കഴിഞ്ഞോ എല്ലാവരും? കോപ്പി ചെയ്തോ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ മാം. At what rate percentage? നമ്മൾ കൂടുതൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ കൂടുതലും ഡിസ്കൗണ്ടും അതുപോലെ നമ്മുടെ ഗുഡ്സ് ആൻഡ് GST അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഇതുപോലത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ടു യു? ക്ലിയർ ആണോ? At what rate percentage per annum will a sum of rupees 7,400 amount to rupees 8,427? എന്താണ്? 7,500 rupees 8,427 rupees ആവും in 2 years compounded annually. കോമ്പൗണ്ട് ഇൻട്രസ്റ്റില് എത്രയായിരിക്കും അവിടുത്തെ റേറ്റ് ഓഫ് പെർസെന്റേജ്, വിച്ച് മീൻസ് R എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ വി ഓൾറെഡി നോ ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെ. നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് അറിയാം അല്ലെ. R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയില്ല. നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ തന്നെ കൊടുത്താൽ മതി. A is equal to P into 1 plus R/100 whole raised to n ആണ്. അപ്പൊ ഇതിലെ വാല്യൂസ് കൊടുക്കണം. 7,500 എന്ന് പറഞ്ഞ വാല്യൂ എവിടെ വരിക? P ആണോ A ആണോ? പ്രിൻസിപ്പൽ എമൗണ്ട് ആണോ അതോ നമുക്ക് ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷമുള്ള എമൗണ്ട് ആണോ P എന്ന് പറഞ്ഞിട്ടുള്ളത്? പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര എവിടെ വന്നിരിക്കുന്നത്? 8,427 ആണോ? ആണോ? Is our principal amount is 8,427? ആണോ? അല്ല, ഇറ്റ് ഇസ് 7,500. എപ്പോഴും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ എമൗണ്ട് ഇൻക്രിമെന്റ് ആണ് സംഭവിക്കുക അല്ലെ. എപ്പോഴും ഇൻക്രീസ് ആണ് സംഭവിക്കുക, ഡിക്രീസ് അല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലെ. 7,500 എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അത് 8,427 ആയി എന്താ പറഞ്ഞത്? ഇപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് 7,500, എമൗണ്ട് ആണ് 8,427, n ആണ് ഇൻ ദ 2 years. 6 നമുക്ക് അറിയില്ല അല്ലെ. ഇതിൽ നമുക്ക് 6 മാത്രമല്ലേ ഇപ്പൊ വാരിയബിൾ ആയിട്ടുള്ളൂ ഇക്വേഷനിലെ അല്ലെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. A എന്ന് പറഞ്ഞോണ്ട് 8,427 ഈക്വൽ ടു 7,500 ഇൻറ്റു 1 പ്ലസ് R/100 അറിയില്ല ഹോൾ റേസ്ഡ് ടു 2. ഓക്കെ ആണോ? ഇതിങ്ങനെ ചെയ്ത് വരണം. അപ്പൊ ആദ്യം നമുക്ക് ഈ 7,500 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലെ. ദാറ്റ് വിൽ ബി മച്ച് മോർ ബെറ്റർ. അപ്പൊ 8,427 ബൈ 7,500 ഈക്വൽ ടു 1 പ്ലസ് R/100 ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പൊ 8,427 ബൈ 7,500 ചെയ്യാൻ നിൽക്കരുത് ആരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ.
കാരണം അത് എന്തിന്റെങ്കിലും റൂട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അതിനെ ഡിവൈഡ് ചെയ്യരുത്, ജസ്റ്റ് സിംപ്ലിഫൈ ദിസ് വാല്യൂ. ആദ്യം 2 പിന്നെ ഓരോ വാല്യൂസിലെ ഓരോ നമ്പറിൽ അത് ഡിവിസിബിൾ ആയിട്ട് വേണം ചെയ്യും. ഞാൻ ചെയ്ത് നോക്കിയോക്കിയേ, ഡിവൈഡ് ചെയ്ത് നോക്കിയോക്കിയേ ഏതൊക്കെ നമ്പേഴ്സിലായിരിക്കും അത് ഡിവിസിബിൾ ആവാന്നുള്ളത്. യെസ്, the option here 5, 4, 6 and 8. Which one will be? നമുക്ക് നോക്കി നോക്കാം കേട്ടോ. എങ്ങനെയാ സിംപ്ലിഫൈ ചെയ്തോ? Yes, Abhishek, correct answer. അപ്പൊ 8427/7500 ആണ് ചെയ്യുന്നത് അല്ലെ. ആദ്യം സിംപ്ലിഫൈ ചെയ്യണം. ഏത് നമ്പറിലാണ് സിംപ്ലിഫൈ ചെയ്യാം? 2 എന്തായാലും ഡിവിസിബിൾ അല്ല അല്ലല്ലോ. 8427 എന്തായാലും 2 ഡിവിസിബിൾ അല്ല. പിന്നെ ഏത് നമ്പറിലായിരിക്കും ഡിവിസിബിൾ ആവുന്നുണ്ടായിരിക്കാം? പറയും, നിങ്ങളാണ് ആൻസർ പറയേണ്ടത് കേട്ടോ. ഞാൻ വെറും ഒരു ദൂതനാണ്. നിങ്ങളാണ് ആൻസർ പറയേണ്ടത്. ഞാൻ പറഞ്ഞോ, 2 എന്തായാലും ഡിവിസിബിൾ അല്ലല്ലോ, ബിക്കോസ് 7 ലാസ്റ്റ് വന്നിരിക്കുന്ന ഡിജിറ്റ്. സോ ഇറ്റ് ഇസ് എൻ ഓഡ് നമ്പർ. അപ്പൊ എന്തായാലും അത് 2 ഡിവിസിബിൾ അല്ലാന്ന് നമുക്ക് പക്കാ ഷുവർ ആയിട്ട് അറിയാം. ആരതി എന്താ ഈ കിളി പോയ പോലെ ഇരിക്കണേ, മനസ്സിലാവുന്നില്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല എന്നാണോ? നേരിരുന്നേ. 8427/7500 ആണ്. ഇപ്പൊ 2 എന്തായാലും ഡിവിസിബിൾ അല്ല. 3 നോക്കി നോക്കാം. 8427 3 ഡിവിസിബിൾ ആയിരിക്കോ? ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. ചെക്ക് ചെയ്തോ, എത്ര കിട്ടിയേ? നീ മിണ്ടണ്ട, നീ ഇത്ര സ്പീഡാ എന്താണ്? ശരിയല്ല. Abhishek, you already did this question in your school, right? ഓർമ്മയില്ല. Okay, set. You don't have this chapter 4 exam, right? Direct. Okay. So 8 chapter മുതലാണ് എക്സാമിനുള്ളത് അഭിഷേകിന്. Up to 13. Okay. കിട്ടിയോ? 3 ഡിവിസിബിൾ ആണോ നോക്കിയോ? ആരതി, ആർ യു ഡൂയിങ് ദിസ് റൈറ്റ്? നോട്ട് കാണിച്ചേ, നോക്കട്ടെ എവിടെ വരെ എഴുതി. ബാക്കി ആരാ ചെയ്യാ? ഞാൻ വന്ന് ചെയ്യണം അവിടെ വന്നിട്ട്. 8427 3 ഡിവിസിബിൾ ആണോ നോക്കാൻ പറഞ്ഞ ഞാൻ. സ്ക്രീനിൽ കാണുന്നത് അതേപോലെ കോപ്പി ചെയ്യാതെ ജസ്റ്റ് റൈറ്റ് യുവർ സെൽഫ്. എന്നാലും എക്സാമിന് ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തലക്കകത്ത് കയറുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഓർമ്മ വരണ്ടേ? നിരുപമയ്ക്ക് കിട്ടിയോ? 3 ഡിവിസിബിൾ ആണോ 8427? ഒന്ന് പറഞ്ഞ, എത്ര വാല്യൂ കിട്ടിയേ? 2700 ആണോ വരിക? 83 നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 2 into 3 6 വരും. ബാക്കി 24 3 എത്ര ടൈംസാ പോവാ? 8 ടൈംസ് അല്ലേ? ഡിവിഷനും ഞാൻ പഠിപ്പിക്കേണ്ടി വരുമല്ലോ, വേണോ? ഡിവിഷൻ ഓഫ് 2, 3, 4 ഓരോ നമ്പേഴ്സിന് ഡിവിഷൻ ചെയ്യണോ? എങ്ങനെയാ ചെയ്യാ? 8, 4, 2, 7, 3 2 into 3 6, റിമൈൻഡർ 2 സബ്ട്രാക്ട് ചെയ്തപ്പോ 4 താഴേക്ക് വന്നപ്പോ 8 into 3 24, 0 2 3 പോവില്ല. സോ ഒരു 0 2 27 3 9 times 2008 not 9 divided by. ഇനി 7500 ആണ് പറഞ്ഞിരിക്കുന്നത്. 7500 3 നമുക്ക് ഡിവിസിബിൾ ആണോ നോക്കി നോക്കണം. 7 3 2 into 3 തന്നെ 6 ടൈംസ് വരും. സോ 6 1 15 3 5 ടൈംസ് 0 0.
സോ 2809/2500 ആണ്. ഇനി ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? 2500 3 ഡിവിസിബിൾ ആയിരിക്കോ? ഇല്ല. എന്താ റംല അല്ലെ, 2500 3 എന്തായാലും ഡിവിസിബിൾ ആയിരിക്കില്ലല്ലോ, ബിക്കോസ് 24 ആണ്. 8 into 3 24 ആണ് വരുന്നത്. ഇവിടെ 25 ആണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് 1 + r/100 ഹോൾ സ്ക്വയർ എന്നാ കിട്ടിയത് അല്ലെ. അപ്പൊ നമ്മൾ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് നിൽക്കരുത്. നമ്മൾ ഒരിക്കലും ഡെസിമൽ വാല്യൂ ഒന്നും കണ്ടുപിടിക്കരുത്. ഇവിടെ ഇതിന് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, 2000 നമ്മുടെ LHS ഉള്ളതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ചെക്ക് ഇറ്റ് ഈസ് എ സ്ക്വയർ നമ്പർ, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് നോക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള സ്ക്വയർ ഇല്ലേ 2 അല്ലേ ഇവിടെ സ്ക്വയർ ആയിട്ട് വന്നിരിക്കുന്നത്, അത് LHSലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബിക്കം റൂട്ട് അല്ലെ, റൂട്ട് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതൊരു സ്ക്വയർ അല്ലെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 2500 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? എന്തിന്റെ പെർഫെക്റ്റ് സ്ക്വയർ 2500? എന്തിന്റെയാ? 2500 എന്തിന്റെയാ? 25 ആ വന്നിരിക്കുന്നത്. 25 എന്തിന്റെ നമ്പറാ? ഏത് നമ്പറിന്റെ പെർഫെക്റ്റ് സ്ക്വയറാ? ആൻമരിയ 25 5 ന്റെ ആണ്. അപ്പൊ നമുക്ക് 2500ന്റെ 50യുടെ സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ദെൻ 2809, അപ്പൊ 50യുടെ എബവ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും 2809 അല്ലെ. കാരണം 2500നേക്കാൾ വലിയ നമ്പർ ആണ് 2809 എന്ന് പറഞ്ഞാൽ 50നേക്കാൾ വലിയ നമ്പർ ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഇസ് 9 ഹിയർ അല്ലെ. ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 9 വരുന്ന ഒരു നമ്പർ വേണം എന്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ. അപ്പൊ 51 into 51 ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് 1 ആ വരിക. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. 52 into 52 ചെയ്താലും ലാസ്റ്റ് ഡിജിറ്റ്, ഇതൊക്കെ ഒരു ട്രിക്ക് ആണ് കേട്ടോ, ഇതൊക്കെ പഠിക്കണേ. 2 into 2 4, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്, അത് എടുക്കാൻ പറ്റില്ല. 53 into 3, 53 ചെയ്യുമ്പോൾ 3 into 3 9, ദിസ് ഇസ് ചാൻസ് 4 അല്ലെ. എന്തോ ഒരു ചാൻസ് ഉണ്ട്, ഉറപ്പൊന്നും ഇല്ല, ബട്ട് എന്തോ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. 3 into 3 9, 5 into 3 15, ഇവിടെ 5 into 3 15 1, 5 into 5 25 plus 1 26, so 9 10 1 6 7 1 8 2809 കിട്ടി, റൈറ്റ്. സോ അത് എന്തിന്റെയാ? 53യുടെ അല്ലെ. അപ്പൊ 53/51 എന്ന് പറഞ്ഞാൽ 1 + r/100 ആണ്. ഓക്കെ അല്ലെ. ഇനി എന്താ ചെയ്യണ്ടേ? ആറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ആദ്യം 1നെ നമ്മൾ LHSലേക്ക് എടുക്കാം. LHSലേക്ക് എടുക്കുമ്പോൾ 53 - 53/50 - 1 = r/100 അല്ലെ. അപ്പോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 53 - 50 - 1, what will be the value? (1 + r/100) 3/50 - 1 = r/100. എത്ര വരിക? 53 - 50/50 എന്ന് വരും, which is equal to 3/50 അല്ലെ. 3/50. So 3/50 which is equal to r/100. ആറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 3 into 100/50. സോ സീറോസ് കട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 30/5. 30/5 എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാം. എത്ര വരിക? 6% അല്ലെ. അപ്പൊ ആർ എന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര വാല്യൂ? 6 ആണ്. അപ്പോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% ആണ് കിട്ടിയത്. എപ്പോഴും നമ്മളോട് എമൗണ്ട് കണ്ടുപിടിക്കാനാണ് ചോദിക്കാറ് അല്ലെ. എല്ലാ ക്വസ്റ്റ്യൻസിലും എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കാറ്. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ആസ്ക്ഡ് ഫോർ ഫൈൻഡിങ് ദ റേറ്റ് പെർസെന്റേജ്. അപ്പൊ നമ്മൾ ഒരിക്കലും സിംപ്ലിഫൈ ചെയ്ത് ഡെസിമൽ വാല്യൂ വരെ എത്തിക്കരുത്. അവിടെ എവിടെയെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയറോ പെർഫെക്റ്റ് ക്യൂബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വേണം ചെക്ക് ചെയ്യാൻ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ആണോ? 52/50 മനസ്സിലായില്ലേ? 52 അല്ലല്ലോ, 53/50 ആണ് കേട്ടോ. ആരതി ഡൗട്ട് ഉണ്ടോ? ആ ഒരു സ്റ്റെപ്പില് ക്ലിയർ ആയിട്ടില്ലേ? ആരതി ഹലോ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. മാം ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യണോ? ക്ലിയർ ആയിട്ടുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ആൻഡ് മെറി ഹാസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ദ ടൈമസ് they asked for the time duration. ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ റേറ്റ് പെർസെന്റേജ് ആയിരുന്നു, ഇവിടെ ടൈം ആണ് ചോദിച്ചത്.
അപ്പോൾ the compound interest on rupees 13,000 at 7% per annum for a certain time is rupees 4,347. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്, മറ്റേ എമൗണ്ട് അല്ല. നമുക്ക് എത്ര എമൗണ്ട് ആണ് തിരിച്ചു കിട്ടുക എന്നുള്ളതല്ല തന്നിരിക്കുന്നത്. ദേ ആർ ഗിവൻ ദ ഇൻട്രസ്റ്റ് എമൗണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എമൗണ്ട് കണ്ടുപിടിക്കും. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ എഴുതിക്കോളൂട്ടോ. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് ആദ്യം എഴുതാം അല്ലെ. പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് 30,000 എന്ന് തന്നിരിക്കും. ഓക്കെ അല്ലേ? അല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് 4,347. അപ്പൊ വാട്ട് വിൽ ബി ദ എമൗണ്ട്? എമൗണ്ട് എത്രയായിരിക്കും വരിക? ഒരിക്കലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ കുറവല്ല, കൂടുതൽ എന്തായാലും സംഭവിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ എന്താ എത്ര എമൗണ്ട് വരിക? നമ്മൾ എന്ത് ചെയ്യണം? ഈ 30,000ന്റെ കൂടെ ഈ 4,347 ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് 34,347 will be the amount. And the rate is given as 7%. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓക്കെ അല്ലേ? കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പൊ ഇക്വേഷനിൽ കൊടുക്കാം a is equal to p into 1 plus r by 100 whole raised to n. n ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. അപ്പൊ a എന്ന് പറഞ്ഞിട്ടുള്ളത് 34,347 equal to 30,000 into 1 plus 7 by 100 whole raised to n. ഓക്കെ അല്ലേ? Then ഈ 34,347 by 30,000 നമുക്ക് ഒറ്റയടിക്ക് സംഭവത്തിന് ആദ്യം അല്ലെ. യെസ് അഭിഷേക് പറഞ്ഞോ. യെസ്, ഈ സ്റ്റെപ്പ് തന്നെയാണോ നീ ചെയ്യുന്നത്? So 1 plus 7 by 100 ആണ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. We just need to cross multiply this. So it will be 107 by 100 whole raised to n എന്നാണ് വരിക. ഇവിടെ വരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? 34,347 by 30,000. ഈ 30,000 ആണ് LHSലേക്ക് പോയപ്പോൾ ഡിവിഷൻ ആയി. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 107 by 100 ഹോൾ റേസ് ടു n എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ RHS ഒന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലല്ലോ. 107 100 എന്തായാലും ഡിവിസിബിൾ അല്ല, ആണോ? 107 100 അല്ല. അപ്പൊ അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് LHSനെ 107 100ന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇത് സിംപ്ലിഫൈഡ് ആവോ നോക്കി നോക്കാം. 34,347 30,000 നേരത്തെ ചെയ്ത പോലെ തന്നെ 34,347 ഡിവിസിബിൾ ബൈ 2 ആണോ? 2 ഡിവിസിബിൾ ആയിരിക്കുമോ? 34,347 the numerator will be divisible by 2 ആയിരിക്കും ആരതിയെ? ഇല്ല, കാരണം എന്താ? It is an why it is not divisible by 2? Because it is an odd number അല്ലെ. ഓഡ് നമ്പർ ആയതുകൊണ്ട് അത് ഡിവിസിബിൾ അല്ല. അപ്പൊ നമുക്ക് 3യിൽ നോക്കി നോക്കാം. 3യിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാണെങ്കിൽ 1 വരും, then 4 again 1 വരും, so 13, 4 into 3 12, so it will be 14 again, so 4 into 3 12 again 27, so 11,449 ആണ് വന്നത് അല്ലെ. 11,449. So 11,449 divided by 30,000 3യിൽ എന്തായാലും ഡിവിസിബിൾ ആണ്, നമുക്ക് ഉറപ്പാണ്. എത്രയാണത്? 10,000 ആയിട്ടാണ് വരും, which is equal to 107 by 100 whole raised to n എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ന്യൂമറേറ്റർ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് ഡിനോമിനേറ്റർ നോക്കണം.
ഡിനോമിനേറ്റർ നോക്കുമ്പോഴാണ് കുറെ സീറോസ് ഉള്ളത്, അതുകൊണ്ടാണ് മാം ഡിനോമിനേറ്റർ നോക്കാൻ പറയുന്നത്. ഇവിടെ 100 ആ വന്നിരിക്കുന്നത്, ഇവിടെ 10,000 ആ വന്നിരിക്കുന്നത്. 100ന്റെ എന്തിന്റെങ്കിലും ഒരു സ്ക്വയർ ആണോ 10,000? ആണോ? 100 × 100 × 100 അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ 10,000 കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. കിട്ടുമോ? എത്രയാ 100 × എത്ര ചെയ്താലാ? ആദ്യം 100 × 100 അല്ലെ, കാരണം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. വി നീഡ് ടു ചെക്ക് ദാറ്റ് 10,000 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 100 × 100 ചെയ്ത് എത്ര കിട്ടാ നമുക്ക്? എത്ര കിട്ടിയ? 4 സീറോസ് ഇടുമ്പോ വിൽ ഗെറ്റ് 10,000 എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ക്വയർ ആണ് അല്ലെ. 100ന്റെ സ്ക്വയർ ആണ് 10,000. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? 107ന്റെ സ്ക്വയർ ആണോ 11,449 എന്ന് ചെക്ക് ചെയ്യും. അതും കൂടി ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. 7 × 7 49 4 0 7 0 0 plus 4 4 7 3 zeros 7 0 1. So 9 4 11,449, which means 11,449 by 10,000 നെ നമുക്ക് 107 by 100 the whole square എന്ന് എഴുതാൻ പറ്റും അല്ലെ. which means the value of n, ഇവിടെ രണ്ടിലും ഉള്ളിലുള്ള ബ്രാക്കറ്റിനുള്ളിലുള്ളത് രണ്ട് സെയിം ആയിട്ട് കിട്ടി അല്ലെ. so n ന്റെ വാല്യൂ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 2 ആണ് വന്നിരിക്കുന്നത്. so we can conclude that n is equal to 2. മനസ്സിലായോ? നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണെന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. 2 എങ്ങനെയാ ചെയ്തത്? നമ്മളിവിടെ എന്ത് ചെയ്തില്ല? നേരത്തെ ചെയ്ത പോലെ തന്നെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഏറ്റവും ഡെസിമൽ വാല്യൂ വരെ എത്തിച്ചില്ല അല്ലെ. we just need to check that is that a perfect square or not അല്ലെ. നമ്മൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്തത്. ഡിസ്ക എക്വിന ക്ലിയർ ആണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആണോ? ആരതി ക്ലിയർ അല്ലേ? അൻമരിയ ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്? ഓക്കെ. സോ വി ക്യാൻ ഡു വൺ മോർ പ്രോബ്ലം. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മനസ്സിലായെന്ന് മാം വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? നമ്മള് എമൗണ്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു, ആറ് കണ്ടുപിടിക്കാൻ പഠിച്ചു, n കണ്ടുപിടിക്കാനും പഠിച്ചു. ഓക്കെ, അപ്പൊ ആറും എന്നും കണ്ടുപിടിക്കേണ്ട കേസസ് വരുമ്പോ എന്ത് ചെയ്യരുത്? പോയിന്റ് ആയിട്ട് എത്തിക്കരുത്. ജസ്റ്റ് നീഡ് ടു ചെക്ക് ഇസ് ദാറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ ഓർ പെർഫെക്റ്റ് ക്യൂബ്. എന്ത് വേണമെങ്കിലും വരാം, സ്ക്വയർ ആവാം, ക്യൂബ് ആവാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എന്താ അഭിഷേക് പറയാനുണ്ടായിരുന്നേ? നോ, ഇറ്റ്സ് നോട്ട് എക്സാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നമുക്ക് എക്സാം ചെയ്യാം. ഫൈൻഡ് ദ ബൈയിങ് പ്രൈസ്. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്ലിയർ ആയെന്ന് മാം വിചാരിക്കുന്നു കേട്ടോ. ഫൈൻഡ് ദ ബൈയിങ് പ്രൈസ് ഓഫ് ദ ഫോളോയിങ് വെൻ 5% ST. ST എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ST? എന്താണ് ST? എന്താ ആൻമേരി ST എന്ന് പറഞ്ഞ? എന്താണ് ST? ഈ ചാപ്റ്ററിൽ ST എന്ന് പറഞ്ഞ എന്താ? VAT എന്ന് പറഞ്ഞ എന്താ? What is VAT? The full form of VAT? VAT അറിയില്ലേ? GST എന്ന് പറഞ്ഞ എന്താ? നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഇടയ്ക്ക് പോയിട്ട് അങ്ങ് കുറെ കഴിഞ്ഞിട്ട് ഇങ്ങ് കയറി വരിക. ആൻമരിയ, ഇതൊന്നും കേട്ടിട്ടില്ല ഈ വേർഡ്സ് ഒന്നും. VAT, ST, GST ഒന്നും. ഇതിന്റെയൊക്കെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? അപ്പൊ എന്താന്ന് ചോദിച്ചിട്ടാ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോ ചെയ്യാ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാ ഇങ്ങനെ സംഭവേ കാണാത്ത പോലെ ഇരിക്കേണ്ടി വരുമോ ആൻമരിയെ? വേണ്ടി വരുമോ? ആരതി എന്താ VAT എന്ന് പറഞ്ഞ? ഒന്ന് പറഞ്ഞേ. നിരഞ്ജൻ ST എന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ കേട്ട ആൻമരിയെ? എന്ന് പറഞ്ഞേ, ഇനി ST എന്താന്ന് പറഞ്ഞേ? VAT, GST,
GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറെ പ്രോബ്ലംസ് ആയിട്ട് ചെയ്തതാട്ടാ. So find the buying price of the following when 5% ST is added on the purchase of 5 kilogram of flour at rupees 50 per kilogram. 5 കിലോ ഫ്ലോർ വാങ്ങി 50 ആണ് 1 കിലോഗ്രാമിന്റെ പ്രൈസ് പെർ കിലോഗ്രാം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5 കിലോ ഫ്ലോർ വാങ്ങിയപ്പോൾ 5% ST ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും ടോട്ടൽ പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ എങ്ങനെയായിരിക്കും ആദ്യം ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളിവിടെ എന്താ എഴുതണ്ടേ? കോസ്റ്റ് ഫോർ ഫ്ലോർ എത്രയാ? 50 അല്ലെ. സോ കോസ്റ്റ് ഫോർ 5 കിലോഗ്രാം എത്ര വരിക? 15 into 5 എത്ര വരിക? 15 into 5 75 അല്ലെ. അപ്പൊ 75 rupees ആണ് എന്ത് വന്നിരിക്കുന്നത്? കോസ്റ്റ്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 5% ടാക്സ് കണ്ടുപിടിക്കുക. അപ്പൊ എത്രയായിരിക്കും അവിടുത്തെ 5% ടാക്സ് വരിക? പറഞ്ഞ അഭിഷേക് നീ? Yes. So sale tax is equal to 5%. സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു 5% ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 75ന്റെ അല്ലെ എന്താ ചെയ്യേണ്ടത്? സെയിൽസ് ടാക്സ് കണ്ടുപിടിക്കണം. 5% ഓഫ് 75 rupees. ഇങ്ങനെ കണ്ടുപിടിക്കുക. 5/100 into 70 അല്ലെ. അപ്പൊ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 3 and 4 എന്ന് വരും. സോ 5 into 3 15/4 എന്നാണ് വരും അല്ലെ. അപ്പൊ 15/4 എന്ന് വന്നു. നമ്മൾ ടോട്ടൽ 15/4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഡെസിമലിൽ നോക്കുകയാണെങ്കിൽ 3 into 4 ആണ് 12. സോ ഇറ്റ് വിൽ ബി 30 വരും. സോ പോയിന്റ് ഇടുമ്പോൾ 34 28 again 20 it will goes on like 3.75 ആയിരിക്കും വരും. അപ്പൊ നമ്മൾ ടോട്ടൽ അല്ലെ the buying price will be this. The buying price will be equal to 3.75 plus 75 കൂടെ ഈ ഒരു എമൗണ്ട് കൂടി ആഡ് ചെയ്യും. So we get the total amount as 78.7. ഓക്കെ. അപ്പൊ 5% സെയിൽസ് ടാക്സ് ആഡ് ചെയ്തപ്പോൾ 78.75. ഒരിക്കലും നിങ്ങൾ 50 റുപ്പീസിന്റെ 5% കണ്ടുപിടിക്കരുത്. മനസ്സിലായോ? നിങ്ങൾ ഷോപ്പിലൊക്കെ കയറിയിട്ട് ബില്ലൊക്കെ നോക്കുമ്പോൾ കാണാം ഓരോ ഐറ്റത്തിന്റെയും ടാക്സ് അല്ല നമ്മൾ നോക്കുക. ടോട്ടൽ ലാസ്റ്റ് ആണ് നമ്മൾ ടാക്സ് എമൗണ്ട് ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ്. 50 കിലോഗ്രാം ആണ്, അല്ല 50 റുപ്പീസ് ആണ് പെർ കിലോഗ്രാം. അപ്പൊ നമ്മൾ 5 കിലോഗ്രാം വാങ്ങുന്നുണ്ടെങ്കിൽ ആ 5 കിലോഗ്രാമിന്റെ ടാക്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 75 ആണ് 5 കിലോഗ്രാമിന് വരിക. അതിൽ ടാക്സ് ആഡ് ചെയ്യുമ്പോൾ 3.75. Then adding together we get the value as price as 78.75. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? സെയിൽസ് ടാക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ? എക്സാം ആയിട്ട് ഒന്ന് ചെയ്താലോ നമുക്കത്? ഓക്കെ, ചെയ്യല്ലേ? So the question is here. VAT ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. ആസ്കിംഗ് ഫോർ VAT. If 8% VAT is included in the prices, find the original price of a TV bought for rupees 13,500. 13,500 rupees ഒരു TV വാങ്ങി. So 8% VAT is included. Included എന്ന് പറയുമ്പോൾ ഓൾറെഡി അതിൽ ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ. ഒറിജിനൽ പ്രൈസ് ആണ് കണ്ടുപിടിക്കുക.
Yes, Abhishek. Okay. So, ഉണ്ടാതിരുന്നോളൂ അവിടെ. I'll show the answer. Okay. Complete ആയോ എല്ലാവരുടെയും? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇൻക്ലൂഡഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 13,500 റുപ്പീസിനേക്കാൾ കുറവായിരിക്കും നമ്മുടെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻക്ലൂഡഡ് ആയതുകൊണ്ട്. കാരണം ഓൾറെഡി ആ ടി വി 13,500 റുപ്പീസിന് വാങ്ങി. അപ്പൊ അതിൽ ഒറിജിനൽ ആ ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ 13,500 കുറവ് എമൗണ്ട് ആണ് വരുന്നത്. ഐ ഹോപ്പ് ദ ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ ടു. ആരുടെ? അഭിഷേകിന് കംപ്ലീറ്റ് ആയി. വാട്ട് അബൌട്ട് അതേഴ്സ്? നിരുപമ ആൻഡ് നിരഞ്ജൻ, ഇസ് ഇറ്റ് കംപ്ലീറ്റഡ്? കഴിഞ്ഞു. ഓക്കെ. ദെൻ ആൻമേരി, ആരതി, രാംലാൽ കംപ്ലീറ്റ് ആയോ? പ്രിസ്കയുടെ കംപ്ലീറ്റ് ആയി. ഓക്കെ. ദെൻ okay, so I will show the answer. കഴിഞ്ഞോ? രാംലാൽ, ആരതി, ആൻമരിയ കംപ്ലീറ്റ് ആയോ? കാണിച്ചേ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത്. ആൻമരിയ നോക്കട്ടെ. ഐ ജസ്റ്റ് നീഡ് ടു മേക്ക് ഷുവർ. എന്തോ ഒരു ചെറിയൊരു വാല്യൂവിന് പ്രശ്നമുണ്ട്. ആൻമരിയ. അഭിഷേക്, ഓക്കെ. So the question answer for this question will be 12,500. അപ്പൊ എവിടെയാണ് തെറ്റിയതെന്ന് എല്ലാവരും ഒന്ന് നോക്കി നോക്കിയേ. ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 13,500 ആണ്. റേറ്റ് ഓഫ് പെർസെന്റേജ് VAT എന്ന് പറഞ്ഞിട്ടുള്ളത് 8% ആണ്. സോ ഒറിജിനൽ പ്രൈസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 13,500 ഇൻറ്റു 100/100+8. ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, നമ്മൾ എങ്ങനെ ചെയ്താലും മതി. ഇത് ഇവരിങ്ങനെ എഴുതിയേ ഉള്ളൂ. നമുക്ക് എങ്ങനെ ചെയ്യാം? 108/100 ഇൻറ്റു 13,500 അല്ലേ? 13,500 ഇൻറ്റു 100/108 ഇൻറ്റു 100/108. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലത്തെ സീറോസ് ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ 108ഉം 135 തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. 108 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഡിവിസിബിൾ ആണോ? 2ല് ഡിവിസിബിൾ ആണോ നോക്കാം അല്ലെ. 108ഉം 130 554 വരും. ഇറ്റ് വിൽ ബി 6. So 15, 7 into 2 40, 10, 5, 6,715 again. 2 into 27. It will be 3 into 2 6. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് 12,500 എന്ന് കിട്ടും. 9ല് ഡിവിസിബിൾ ആവും. 11,025 3ലെ 3 into 3 9. So 375 into 100/3 വന്നു. അഗെയിൻ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. 1
2 into 3, 6, 1. So 125 into 100 ചെയ്യുമ്പോൾ 12,500 will be our final. Okay അല്ലേ? അനുമതിക്ക് ഏത് സ്റ്റെപ്പിലാണ് തെറ്റിയ 12,420 കിട്ടിയത്? ഇങ്ങനെയാണോ ചെയ്തേ? അതോ വേറെ വല്ല മെത്തേഡിലാണോ ചെയ്തേ? ഇത് തന്നെയാണോ കറക്റ്റ് ആയിട്ട് ചെയ്തേ? 100/108 ആണോ ചെയ്തേ? ആണോ ആൻമരിയ? മിസ്റ്റേക്ക് ആണ്. ഓക്കെ. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു എവറി വൺ. ഓക്കെ അല്ലേ? ഈ ചാപ്റ്ററിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഇനി മുതൽ അടുത്ത ചാപ്റ്റർ എടുക്കല്ലേ? ചാപ്റ്റർ നമ്പർ 8 algebraic expressions. Okay. So in the next class we can see with the chapter algebraic expressions. Okay. So thank you all. ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്തൂടെ? Okay. Thank you all. Bye bye. Tata. Good night.